കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. സ്റ്റിപ്പിൽ തന്നെ ഞാൻ നേരത്തെ നെക്ക് കട്ട് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം സെൻറ്റർ ഭാഗത്തോടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇഞ്ച് വിട്ടിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ലൈനിങ് തിരിച്ചിട്ടെടുത്ത് നന്നായിട്ട് ഓരോ സ്റ്റിച്ചും പിടിച്ച് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുക. നല്ല ഫിനിഷിങ്ങിൽ നെക്ക് നമുക്ക് കിട്ടും. ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ രണ്ട് പാർട്ടും കുർത്തിയുടെ രണ്ട് പാർട്ടും നല്ല തുണിയുടെ രണ്ട് പാർട്ടും എടുത്ത് ഇതുപോലെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നെക്കിൻ്റെ സ്റ്റിപ്പ് വെച്ച് തച്ചിരിക്കുന്ന രണ്ട് ഭാഗവും നന്നായിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കുക രണ്ട് പാർട്ടും ഒരുപോലെ തന്നെയാണോ വന്നിട്ടുള്ളതെന്ന്. ഇനി അതൊന്ന് മറിച്ചിടുന്നതിന് വേണ്ടി രണ്ട് തയ്യൽ തുമ്പും കൂടി ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കട്ടി ഉണ്ടാവത്തില്ല. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നീറ്റായിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതാണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാനൊന്ന് കാണിച്ചു തരാം. ഇത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമുക്ക് അതേ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് നോക്കേണ്ടത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ ജോയിൻറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഷോൾഡർ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് നല്ല ടൈറ്റായിട്ടിരിക്കേണ്ട ഭാഗമാണത്. അപ്പോൾ ഇതുപോലെ രണ്ട് ഷോൾഡറും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ രണ്ട് ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്.